എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സൗഫി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വരും കേട്ടോ ബേബീനെയായിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുതിട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. അതാണ് സൗഫിൻ്റെ റൂം. സൗഫിൻ്റെ കല്യാണത്തിന് വാങ്ങിച്ച പുതിയ ബെഡാണ് കേട്ടോ. അത് ഇപ്പോൾ ദേ ഇങ്ങോട്ട് ഒതുക്കി വെച്ചേക്കാണ്ട് പഴയ ബെഡെടുത്ത് ഇട്ടേക്ക്. ഇനി ബെഡ്ഷീറ്റൊക്കെ ഇടണം. അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഇടട്ടെ കേട്ടോ. ഈ റൂമിലെ ജനാലൊക്കെ തുടച്ച് മാറാമ്പലെല്ലാം കളഞ്ഞു ക്ലീനാക്കി ഇട്ടേക്കണതാണ് കേട്ടോ. കാരണം ബേബി വന്നല്ലേ, അപ്പം അതുകൊണ്ട് സനി വരും കേട്ടോ. സനി ഇപ്പം ക്ലാസ്സിൽ പോയേക്കാണ്. അപ്പോൾ ഇബാനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞേക്കണേ. പിന്നെ രാത്രിത്തേക്ക് ചിക്കൻ കറിയാണ്. അപ്പം ചിക്കനൊക്കെ കഴിഞ്ഞ് രാത്രി ആകുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും കറി വെച്ചാൽ മതിയല്ലോ. അവരിപ്പോൾ ഒരു 5 മണി ഹോസ്പിറ്റലിൽ നിന്ന് എന്തായാലും 5 മണി 5:30 ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും വരുള്ളൂരിക്കും. വൈകുന്നേരം ആവുമെന്ന് എന്തായാലും പറഞ്ഞു. കാരണം 4 മണിക്ക് കൊച്ചിനൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് വിടുള്ളൂ. അപ്പോൾ എന്തായാലും 5:30 ആവുമായിരിക്കും. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം മോൻ വരാറായി. അപ്പം മോൻ വരാൻ വേണ്ടി ഞാൻ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് മോൻ്റെ വണ്ടി വന്നു. അവനെ പോയി ഞാൻ വിളിച്ചിട്ട് അവനെൻ്റെ മേറ്റ ഒറ്റ ചാട്ടം നമുക്ക് പിടിക്കാൻ പറ്റിയില്ല. അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇബ വരും, അത് കഴിഞ്ഞ് ബേബിയൊക്കെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു കേട്ടോ ആൾ. അങ്ങനെ ഞാൻ പറഞ്ഞു പോയി കുളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കുളിപ്പിച്ച് കൊടുത്തു. ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞപ്പോൾ മഴ പെയ്യണം, ഞാൻ പോയി മഴയത്ത് പോയി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് കുട ഓടിക്കാൻ നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേർക്കും ചായയൊക്കെ തിളപ്പിച്ച് കൊടുത്ത് രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് കുടിക്കേണ്ട. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായി. 4 മണീൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. ഇനി രാത്രി 8 മണിക്ക് ഒരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ട്, അന്നത്തെ വിടുള്ളൂ എന്ന് പറഞ്ഞിട്ടോ. വൈകുന്നേരം ആകുമ്പോൾ സനി വരാമെന്ന് പറഞ്ഞിട്ട് സനീനെയും കാണുന്നില്ല. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയിട്ട് ചിക്കൻ പൊരിക്കാനുള്ള പണികൾ നോക്കേണ്ട. കാരണം കറി ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും സനി ഹിബായൊക്കെ വന്നിട്ടോ. അപ്പോൾ അമീറാക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അതിനൊക്കെ. പിന്നെ സനിയായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. പിന്നെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ചിക്കൻ കറി റെഡിയായി. ഞങ്ങളെ സുന്ദരീനെ കണ്ട ഇപ്പം റെഡിയാക്കി കൊടുത്തതാ. മേലെ കഴുകിയപ്പോൾ ഇവ സുന്ദരി കുട്ടിയാക്കി കൊടുത്ത കണ്ണേരി ഭീഷണിപ്പെടുത്തി കണ്ണേരിതാ. ഇബായ ഭീഷണിപ്പെടുത്തി കണ്ണേരിയപ്പോൾ ഇത് കൊടുത്തു. അല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല, തൊടിക്കൂല. ഇപ്പൊ സമയം 6:26 ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായി. 8 മണിക്കും കൂടി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പൊ രാത്രിയെ വരുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണം വരാൻ വേണ്ടി. വെയിറ്റ് ചെയ്യാട്ടാ. പിന്നെ ഹിബ വന്നപ്പോൾ ബലൂൺ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായി. അവൾക്ക് ബലൂണൊക്കെ വെക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ കൂടി ബലൂൺ വീർപ്പിക്കാൻ വേണ്ടി കയറി കേട്ടോ. അങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ച് ഹിബ തന്നെയാണ് കേട്ടോ ഞങ്ങൾ വീർപ്പിച്ച് കൊടുത്ത്. അപ്പോൾ ബലൂൺ വീർപ്പിക്കുന്ന സാധനം ചോദിച്ചിട്ട് മോൻ തന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഊതി വീർപ്പിക്കുക ചെയ്തത്. പിന്നെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞാനൊരു 7:30 കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. കാരണം 7:30 ആയപ്പോഴേക്കും ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഉമ്മച്ചിയും എൻ്റെ അനിയനും നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിട്ട്. അപ്പോൾ അവരും ഉണ്ടായി ഇവരുടെ കൂടെ. അങ്ങനെ സൗഫിയും പുള്ളിയൊക്കെ വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ സർപ്രൈസായിട്ട് ബലൂൺ വച്ചത് കാണിക്കാൻ വേണ്ടി കയറ്റിയാണ്. വന്നു പിന്നെ പുള്ളേനെ ആ ബെഡിലൊക്കെ കിടത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. പിന്നെ ഞങ്ങൾ പത്തിരിയിറച്ചിയൊക്കെ തിന്നു. ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ രാത്രി വാപ്പച്ചി വന്നിട്ടുണ്ടായി. അങ്ങനെ ഉമ്മച്ചിയും അനിയനും വാപ്പച്ചിയൊക്കെ പോയിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുതേ.